ഈ മണിക്കൂറിലും ഷിരൂരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരുകയാണ്. പുഴയും കരയും ചേരുന്ന പ്രദേശത്താണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കരയിൽ നിന്ന് മാറി 40 മീറ്റർ അകലെ പുഴയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്തും നാവികസേന തെരച്ചിൽ നടത്തുന്നുണ്ട്. അർജുനെ കാണാതായ 8ാം ദിവസമാണ് ഇന്ന്. അതിനിടെ ഷിരൂരിൽ കാണാതായ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു. മൃതദേഹം ഹന്ന ഹനുമന്ത എന്ന സ്ത്രീയുടേതാണ് എന്നാണ് സംശയിക്കുന്നത്. പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ ഇവരെ കാണാതാവുകയായിരുന്നു. ഷിരൂരിൽ നിന്നും KV ബൈജു നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ബൈജു, ഇപ്പോൾ നദിയിലാണ് തെരച്ചിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. അഴിമുഖത്താണ് കടലും ഈ നദിയും ചേരുന്ന ഭാഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അറിയുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു തെരച്ചിൽ? തീർച്ചയായും അശ്വതി, 8ാം നാളും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി തന്നെ നടക്കുന്നുണ്ട്. നാവികസേന, കരസേന, ഒപ്പം പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഷിരൂരിലുണ്ട്. ആ ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഏതായാലും സൈന്യത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഈ തെരച്ചിൽ പുരോഗതി ഉടൻ ഉണ്ടാകും. അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുമെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഇന്നും മാധ്യമപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് പ്രവേശനമില്ല. 25 തെരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള രക്ഷാ സംഘങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നു. പ്രധാനമായും ഇന്ന് പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. പ്രത്യേകിച്ച് ഇതിനോട് തൊട്ടടുത്ത് വലിയ തോതിൽ മലയിടിഞ്ഞ് ഈ പുഴയിലേക്ക് മണ്ണ് പതിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഈ പ്രധാനമായും ഈ ലോറി ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന സ്ഥലം. അവിടെയുമുണ്ട്. ഒപ്പം 40 മീറ്റർ, അതായത് കരയിൽ നിന്നും 40 മീറ്റർ മാറി റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലം അവിടെയും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സമയത്തും ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും ഈ ലോറി കണ്ടെത്തിയതായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും പരിശോധന ഊർജിതമായി തുടരുകയാണ്. വലിയ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അർജുന് വേണ്ടി ഉണ്ടായത്. ഇപ്പോൾ അർജുനെ അവസാനം ഒരു നോക്ക് കാണാൻ ആയുള്ള ഒരു പ്രാർത്ഥനയാണ് നാടും അതുപോലെ തന്നെ ബന്ധുക്കളും കുടുംബത്തോടൊപ്പം വലിയ തോതിൽ പ്രാർത്ഥനകൾ. അർജുൻ തിരിച്ചു വരുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. അത്രമേൽ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഒരു സാഹചര്യം. പ്രതികൂലമായ കാലാവസ്ഥ. കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വലിയ തോതിലുള്ള മഴയായിരുന്നു ഈ പ്രദേശത്ത്. പ്രത്യേകിച്ച് ഈ ശിരൂരിലൊക്കെ ശക്തമായ കാറ്റും മഴയുമാണ്. ഏത് സമയത്താണ് കാലാവസ്ഥ മാറുക എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് ഈ ഒരു 3 കിലോമീറ്റർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രമേ പ്രവേശനമുള്ളൂ. അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇതിന്റെ പുരോഗതി, തെരച്ചിലുമായി ബന്ധപ്പെട്ട പുരോഗതി സൈന്യം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും അല്പസമയം കൂടി അത് കാത്തു നിൽക്കേണ്ടി വരും. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിനായി ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർ തന്നെ സ്ഥിരീകരണം നൽകും. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചും ഈ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം മുങ്ങൽ വിദഗ്ധന്മാർ ഒരിക്കൽ കൂടി പരിശോധന നടത്തുന്നു. നമുക്കറിയാം, നേരത്തെ മുങ്ങൽ വിദഗ്ധന്മാർ ഈ പുഴയുടെ അടിത്തട്ടിലൊക്കെ വലിയ തോതിൽ പരിശോധന നടത്തുകയും ഏതെങ്കിലും തരത്തിൽ ലോറിയുടെയോ അതുപോലെ തന്നെ ഈ ലോറിയിലുണ്ടായ മരം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയോ ഒന്നും തന്നെ ഒരു സംഭവം വസ്തുക്കളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഒരിക്കൽ കൂടി ഈ പരിശോധന നടത്തുകയാണ്. സൈന്യം പറയുന്നത് ഈ പുഴയുടെ കരയിലായുള്ള മണ്ണ് കൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തായിരിക്കണം ഇത്തരത്തിൽ ലോറി പൂണ്ടുപോയത്. കാരണം മലയിടിച്ചിലിൽ, ശക്തമായ മലയിടിച്ചിലിൽ റോഡിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ഈ ലോറി ഒന്നാകെ ആ ലോഡോടുകൂടി അർജുനോടുകൂടി ഈ പുഴയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകും എന്ന ഒരു നിഗമനമാണ് സൈന്യം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടക്കുന്നു. ഒപ്പം കരയിലുള്ള പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിരുന്നെങ്കിലും ചെറിയ ചെറിയ മൺകൂനകൾ പല സ്ഥലത്തുമുണ്ട്. അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായും മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധന എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉടൻ എത്തേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ വൈകുന്നോറും അത് വലിയ നിരാശ, വലിയ ആശങ്കയായിരിക്കും ഉണ്ടാക്കുക. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കുടുംബവും ഒപ്പം കേരളവും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥനയോട് കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ വിലപിടിച്ച സമയമാണ്. എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്തുക, ഈ ലോറിക്കകത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. അതാണ്, അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിൽ അവിടെ സൈന്യം നടത്തുകയാണ്. KV ബൈജു ആണ് ഷിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൈജു, നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ പുഴയിലെ മൺകൂനകൾ നമുക്ക് കാണാം. അവിടെ ഇത്രത്തോളം മണ്ണടിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, സൈന്യം ഔദ്യോഗികമായി
എങ്ങനെയാണ് തെരച്ചിൽ നടത്തുന്നത്, തെരച്ചിൽ എവിടെ വരെ എത്തി എന്ന കാര്യം നമ്മളെ അറിയിക്കും, മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് പറയുമ്പോഴും ഇതുവരെയും ഈ മണിക്കൂർ വരെയും അങ്ങനെ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കൊരു ആശങ്ക ഉണ്ടാകുന്നതും, അല്ലേ ബൈജു? അശ്വതി, അങ്ങനെയല്ല. ഈ സൈന്യം ഓരോ ദിവസത്തെയും അവരുടെ പ്രവർത്തനവും അവരുടെ കാര്യങ്ങളും വൈകിട്ടാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുക. ഇന്നലെ കരയിലെ ഇത്തരത്തിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം സൈന്യം തന്നെയാണ് നൽകിയത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ ദിവസത്തെ എത്രത്തോളം തിരച്ചിൽ പുരോഗതി ഉണ്ടെന്ന് അറിയിക്കേണ്ടത്. പക്ഷേ അത് 3 മണിയോടുകൂടി തന്നെ നേരത്തെ അറിയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇന്ന് മാധ്യമപ്രവർത്തകരെ ആരെയും തന്നെ ആ പ്രദേശത്ത് അനുവദിച്ചിട്ടില്ല. ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെയും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. അവരെയും തെരഞ്ഞെടുത്ത 25 പേരെ മാത്രമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പഴം 3 മണിയോട് അടുപ്പിച്ച് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് AKM അഷ്റഫ് MLA ഈ പ്രദേശം സഞ്ചരിച്ച് നമ്മളുമായി സംസാരിച്ചിരുന്നത്. ന്യൂസ് 8നോട് തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു. വലിയ തോതിലുള്ള സംവിധാനങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. റഡാർ ഉൾപ്പെടെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്തുക, അതാണ് പ്രധാനം. ആ മേഖല പിന്നീട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ അർജുനെ ഈ ലോറിയും കണ്ടെത്താൻ സാധിക്കും. ഒപ്പം ഇവിടെയുള്ള കർണാടകത്തിൽ നിന്നുള്ള ഒരാളും തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെയും കാണാതായിട്ടുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് 6 കിലോമീറ്റർ ദൂരെ മാറിയാണ് ഈ പുഴയുടെ അരികിൽ നിന്നും കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്ന ഈ മൃതദേഹം ഏതായാലും DNA പരിശോധനയ്ക്ക് ഇതിന്റെ സാമ്പിൾ അയച്ചിട്ടുണ്ട്. അവരുടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധവും ഇവിടെ ഉണ്ട്. ഈ നമ്മളെ ഈ തടഞ്ഞിട്ട ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ഈ കന്നഡക്കാരായ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഈ മാധ്യമപ്രവർത്തകരെ അകത്ത് കടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോഴും അത് തയ്യാറായിട്ടില്ല. ഏതായാലും നമ്മൾക്ക് വിവരങ്ങൾ ലഭിക്കും. നമ്മൾക്ക് വേണ്ടത് അർജുനെയാണ്. അർജുന്റെ വിവരങ്ങൾ വേണം. അത് ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നു, വലിയ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരം നമുക്ക് നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഏതൊക്കെ ഇത്തരത്തിൽ തെരച്ചിലിന്റെ പുരോഗതി ഉണ്ടോ അത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഈ അവസാന നിമിഷത്തിൽ ഈ ലോറി കണ്ടെത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് സൈന്യം സ്ഥിരീകരണം നൽകും. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് ഈ തുടക്കം മുതൽ നമ്മൾ അത് സ്വീകരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ കിട്ടും, അല്പസമയത്തിനേക്ക് കിട്ടും. അത് നമ്മൾ എന്തായാലും എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഈ അർജുന്റെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരെ ഇപ്പോൾ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. നിതിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, ജിതിനുണ്ട്, ഒപ്പം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരസേനയും നാവികസേനയും പോലീസും ഫയർഫോഴ്സും NDRFും എല്ലാ സേനകളും ഒരുമിച്ച് സംയുക്തമായ ഒരു തെരച്ചിലാണ് അർജുനു വേണ്ടി. ഏതായാലും വളരെ നിർണായകമായ സമയമാണ്. കാലാവസ്ഥ മാറി മറിയുന്നു. ഏതെങ്കിലും തരത്തിൽ ശക്തമായ മഴയുണ്ടായാൽ, ഇനിയും പുഴയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രതികൂലമായി ഈ തെരച്ചിലിനെ ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലോറി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബൈജു, മറ്റൊരു കാര്യം, ഈ റോഡ് ഒരുപാട് പേർ, നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. ഇപ്പോൾ 8 ദിവസമായി അടഞ്ഞു കിടക്കുകയാണ് ഈ മണ്ണ് ഇടിഞ്ഞതിനെ തുടർന്ന്. ആ റോഡ് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും ചുറ്റിയാണ് സഞ്ചരിക്കേണ്ടി വരുന്നതെന്നൊക്കെയുള്ള ആവശ്യം അറിയിച്ചുകൊണ്ട് ടാക്സി ഡ്രൈവേഴ്സിന്റെ പ്രതിഷേധമടക്കം അവിടെ നടക്കുന്നുണ്ടല്ലോ. അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. അശ്വതി, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച വിവരം ഇന്ന് രാത്രിയോട് കൂടി ഭാഗികമായി ലോറികൾ കടത്തിവിടും. നാളെ രാവിലെ വരെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ലോറികൾ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗോവയിൽ നിന്നും വരുന്ന ഭാഗത്തുള്ള ലോറികൾ, ഒപ്പം ഇതിന് നേരെ എതിർവശം മംഗളൂരിൽ നിന്നും നിരവധി വാഹനങ്ങൾ വന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നിരനിരയായി ഇപ്പോൾ ഈ ദേശീയപാതയുടെ അരികിൽ പാർക്ക് ചെയ്ത അവസ്ഥയാണ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ദിവസത്തോളമായി ഇവിടെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിലേക്കുള്ളവരുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പല സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറികളാണ് ഏറ്റവും കൂടുതൽ. ഇവർക്ക് മറ്റ് വഴികളിലൂടെ സഞ്ചരിച്ച് അപ്പുറത്ത് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കും എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി റോഡ് ഏതായാലും ഗതാഗത യോഗ്യമായിട്ടുണ്ട്. അതിൽ വെല്ലുവിളിയായി
രൂക്ഷമായിരിക്കുന്നത് മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. ഏതായാലും ഇന്ന് രാത്രി തിരച്ചിൽ ഉണ്ടാകുമോ എന്നറിയില്ല. തിരച്ചിൽ നിർത്തിയാൽ 7 മണിക്ക് ശേഷം ഈ ലോറികളെ കടത്തിവിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി, ബൈജുവിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഈ പുഴയും കരയും ചേരുന്ന ഭാഗത്ത് ലോറി ഉണ്ടാകാം എന്നാണ് കോഴിക്കോട് നിന്നുള്ള രക്ഷാപ്രവർത്തകർ ഇപ്പോഴും പറയുന്നത്. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. എത്ര ദിവസം വേണമെങ്കിലും തുടരാൻ തയ്യാറാണെന്നും കഴിഞ്ഞ 4 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവർ പ്രതികരിച്ചു. പുഴയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കരയിൽ നിർത്തി എന്ന് പറഞ്ഞു, ഈ പുഴയും കരയും കൂടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഞങ്ങളെ നിഗമനം പൂർണ്ണമായിട്ടും അതും കൂടി ഒരു 70% സാധ്യത ഞങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞ റഡാർ സിസ്റ്റത്തിൽ പറഞ്ഞത് ഇവരിപ്പോൾ ലാസ്റ്റ് ഇപ്പം പല പ്രാവശ്യം തന്നു, ഇവർ തന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മളവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൂടിയല്ലേ, അതിലൊന്നും ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സിസ്റ്റത്തിലാണ് ഇവർ തരുന്നത്. പുഴൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് വന്ന മൺകൂനൻ്റെ അടുത്താണ് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അതിൻ്റെ കുറച്ചും കൂടി മുന്നിലേക്കുണ്ട്. ആ ഒരു കരഭാഗവും പുഴയും കൂടി ചേരുന്ന ഭാഗത്തേക്ക് സാധ്യത ഉണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൺസെപ്റ്റിൽ ഉണ്ട്, എന്തായാലും ഉണ്ട്. അപ്പോൾ പുഴയാണെങ്കിൽ നല്ല കുത്തൊഴുക്കാണ്, നല്ല ആഴമുള്ള വീതിയുള്ള പുഴയാണ്. അതിൽ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളൊക്കെ ഭയങ്കര ദുസ്സഹമാണ്. ഈ മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ഇനി യൂസ് ചെയ്യാനുള്ളൂ. ഇതിൽ തന്നെ റഡാർ സംവിധാനങ്ങൾ കഴിയണതും ഒന്നും കൂടി പവർ കൂടിയത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ നേവി അല്ലെങ്കിൽ കരസേന, നാവികസേന ഇതൊക്കെയുള്ള ഇതിനൊക്കെ ഉള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ഈ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നുകാണ്ട് ഒരു ഷോ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇതിലേക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തടഞ്ഞിട്ടു എന്നുള്ളത് നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ തടഞ്ഞിട്ടു എന്നുള്ളത് പറഞ്ഞാൽ ഇതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യങ്ങൾ വരും. ഇത്രത്തോളം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളും കാറ്റുമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്. കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ അവരുടെ ഭാഗത്ത് വേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനൊക്കെ സമാധാനം വീണ്ടും പറയണ്ടേ. അതിലപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, രഞ്ജിത്ത് സാറിനെ പോലെ ആളുകൾ ആ തുടക്കം മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. മാൻ പവറിൽ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അവരൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്കൊന്നും ഇപ്പോൾ കരഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഹെൽപ്പില്ല. ഇനി വേണ്ടത് സ്കൂബ ടീമിൻ്റെയും മറ്റുള്ള സന്നദ്ധ ടീമിൻ്റെ ആവശ്യങ്ങളാണ്. അതിന് ഇവിടെ പെർമിഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാനും അതിന് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണിത്. ഞങ്ങളിവിടെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളെ വേണമെന്നുള്ള എന്ത് ഹെൽപ്പും ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യണത്തെ അടിമ കഴിയണതും ഏത് രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ റെഡിയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി രക്ഷാപ്രവർത്തന രംഗത്തുള്ള മലയാളികളാണിപ്പോൾ സംസാരിച്ചത്. അവർ പറയുന്നതനുസരിച്ച് ബൈജു തുടരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈജു, ഇവർ പറയുന്നതനുസരിച്ച് ഇനിയും തെരച്ചിൽ അവസാനിപ്പിക്കരുത്, അതായത് പുഴയിൽ മാത്രം അത് കേന്ദ്രീകരിക്കരുത്, പുഴയും ഒപ്പം കരയും ചേരുന്ന ഭാഗത്ത് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, സാങ്കേതികമായി കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അവിടെ നടത്തണമെന്ന് പറയുന്നു. ഇപ്പോൾ വലിയ ഒരു ഏരിയയിലാണ് തെരച്ചിൽ നടത്തേണ്ടത്, പുഴയിലാണെങ്കിൽ പോലും അതിന് ആവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നാണോ ആരോപണം? അങ്ങനെ തന്നെയാണോ വാസ്തവം? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ് വാസ്തവം. അത്രത്തോളം ഈ പുഴയിൽ വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ലോറി ലൊക്കേറ്റ് ചെയ്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നാണ് പ്രായോഗികം. അല്ലാതെ ഈ പുഴയിൽ ഇപ്പോൾ വലിയ മല ഒന്നാകെയായി പുഴയിൽ പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മണ്ണൊക്കെ എടുത്ത് കരയിലേക്ക് കൊണ്ടുപോയി എപ്പോഴാണ് ഈ അർജുന്റെ ലോറിയും കണ്ടെത്താൻ കഴിയുക എന്നത് വലിയ ചോദ്യചിഹ്നം ആയി തന്നെ തുടരുകയാണ്. ഇപ്പോൾ 8ാം നാളായിരിക്കുന്നു. അതായത് കരയിലെ മണ്ണ് മാറ്റി അവിടെ അർജുൻ ഇല്ല, അർജുന്റെ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ 8 ദിവസം വേണ്ടി വന്നു. അത് സത്യം ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ കർണാടക സർക്കാരിന്റെ വലിയ അവഗണന ഇതിലുണ്ട്. ഇവർ മുൻകൈയെടുത്താൽ നേരത്തെ തന്നെ സൈന്യത്തെ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിച്ചാൽ അത് വലിയ തോതിൽ ഒരു 3-4 ദിവസത്തിനകം തന്നെ ഇതിലൊരു സ്ഥിരീകരണം ലഭിക്കുമായിരുന്നു. പിന്നീട് പുഴയിലുള്ള തിരച്ചിലും വളരെ വേഗത്തിലാക്കാമായിരുന്നു. അതല്ലെങ്കിൽ കരയിലും പുഴയിലും ഒരേ സമയത്ത് തിരച്ചിൽ നടത്താൻ കഴിയുന്ന അത്തരത്തോളം സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു. പക്ഷേ അതൊന്നും
ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകരെ അവിടെ കയറ്റാതിരിക്കാനും ഒപ്പം ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരെ തടയാനും ഒക്കെ കാണിക്കുന്ന ഈ ശുഷ്കാന്തി, അത് ഈ തെരച്ചിലിൽ എത്രത്തോളം ഇവർ കാണിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. നമ്മൾ തുടക്കം മുതലേ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്തിന് പ്രത്യേകത തന്നെ പല സമയത്തായി മാറി മാറി വരുന്ന കാലാവസ്ഥയാണ്. വലിയ മഴ, ശക്തമായ മഴ വരുന്നു. മാത്രമല്ല ഈ കൊങ്കണിലെ മുഴുവൻ നദികളും ചേരുന്നത് ഈ പുഴയിലാണ്. ഈ പുഴയിലായതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളം ഉയരാനും സാധ്യതയുണ്ട്. ഏത് സമയത്തും പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഉയർന്ന ക്രമാതീതമായ ജലനിരപ്പാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കുത്തൊഴുക്ക്, നല്ല ഒഴുക്കും ഈ പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മൺകുനയിൽ ഉണ്ടെങ്കിൽ ആ കൃത്യമായ സ്ഥലം കണ്ടെത്തി അവിടെ പരിശോധന നടത്തണമെന്നാണ് വിദഗ്ധർ നേരത്തെ തന്നെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ പുഴയുടെ മുകളിലൂടെ പറത്തി ഒരു പരിശോധന നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് അറിയില്ല. നമുക്ക് വേണ്ടത് ഈ പുഴയുടെ അടിത്തട്ടിൽ എവിടെയാണ് അർജുൻ ഉള്ളത്, കാണാമറയത്തുള്ളത്, അർജുനൊപ്പം ആ ലോറി എവിടെയാണുള്ളത്, അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും നമുക്ക് ഒരു ലോറി ഇത്തരത്തിൽ കാണാതായിട്ട് നമ്മുടെ കൺമുന്നിൽ ഉണ്ട്. പക്ഷെ അത് കാണാത്ത രീതിയിൽ അത്തരത്തിൽ ഒരു ഉപയോഗിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ബംഗളൂരുവിലടക്കെ കർണാടകത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കൊണ്ടുവരാനോ ഇത് പരിശോധിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. വളരെ വൈകുന്നു. അത് തന്നെയാണ് വലിയ ആശങ്ക ഉയർത്തുന്നത്. നേരത്തെ ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. അവർ വലിയ നിരാശയിലാണ്. നമ്മളോടൊപ്പം അവർ സംസാരിക്കുമ്പോൾ തന്നെ വലിയ നിരാശയിലായിരുന്നു. അപ്പോഴാണ് അവർക്ക് മാനസികമായി തകർന്നിരിക്കുന്ന അവരെയാണ് പോലീസ് തടയുകയും യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ പ്രദേശത്തേക്ക് ആ കുടുംബങ്ങളെയും കടത്തി വേണം. അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണുള്ളത്. സ്വന്തം അനുജൻ പോലുമുണ്ട്. ആ ജ്യേഷ്ഠന് വേണ്ടി ആ അനുജൻ അവിടെ ഇരുന്ന് അകത്ത് കയറാൻ ഈ പോലീസുകാരോട് അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു. ഏതായാലും പലതരത്തിലുള്ള ഈ കയ്യേറ്റ ശ്രമം ഉൾപ്പെടെ ഇവർക്ക് നേരെ ഉണ്ടായിട്ടും അവർ ഒന്നും തിരിച്ചു പറയാൻ നിന്നില്ല. കാരണം അവർ പറയുന്നത് നമുക്ക് അർജുനാണ് വലുത്, അർജുനെ കണ്ടെത്തുകയാണ് വലുത്, അതിന് ഏതറ്റം വരെ സഹിക്കാനും എന്നാണെന്ന് അവർ പറയുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം സൈന്യത്തിന്റെ ഒരു വിശദീകരണം വരും. ആ ഒരു വിശദീകരണത്തിനായാണ് കാത്തിരിക്കുന്നത്. എത്രത്തോളം തെരച്ചിലിൽ ഇന്ന് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരും. അതിനാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്നത്. അശ്വതി. ശരി ബൈജു, ഞാൻ ബൈജുവിലേക്ക് വരാം. അതാണ് ആ സൈന്യത്തിന്റെ വിശദീകരണം, സൈന്യത്തിന്റെ തെരച്ചിൽ എവിടെ വരെ എത്തിയെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ്. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. കെ വി ബൈജു ആണ് ശിരൂരിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബൈജു സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ദുഃഖത്തിലായ ഒരു കുടുംബം കോഴിക്കോടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, ഒരു പ്രതീക്ഷയുമില്ല ബാക്കി എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. അർജുനെക്കുറിച്ചോ അർജുന്റെ ലോറിയെക്കുറിച്ചോ ഒന്നും തന്നെ. എന്താണ് കുടുംബത്തിന് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് അവിടുത്തെ അവസ്ഥ?